മോർണിംഗ് ശ്രീലേഖ. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ടോപ്പിക്കാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കിതിൽ പഠിക്കാവുള്ളൂ. ഒരു ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടാണ്. അതിലെന്താണ് ആ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്? ഒന്നോ അതിലധികമോ ഹാലജൻ കോമ്പൗണ്ട്സ് ചേർന്നിട്ടുള്ള സാച്ചുറേറ്റഡ് കാർബൺ. സാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ സിംഗിൾ ബോണ്ട് മാത്രമുള്ള കാർബണിനെയാണ് നമ്മൾ പറയുന്നത്, ഇല്ലെങ്കിൽ ആ കോമ്പൗണ്ടിനെ പറയുന്നതാണ് സാച്ചുറേറ്റഡ് കാർബൺ എന്ന് പറയുന്നത്. അവർ sp3 ഹൈബ്രിഡൈസേഷനിലായിരിക്കും എപ്പോഴും നിലനിൽക്കുന്നത്. അതായത് മൊത്തം 4 എണ്ണം വരും. ഒരു എസും 3 പിയും ചേർന്ന് 4 ഓർബിറ്റൽസ് ഉള്ള ഒരു കാർബൺസ് ആയിരിക്കും സാച്ചുറേറ്റഡ് കാർബൺസ് വരുന്നത്. അവർ സിംഗിൾ ബോണ്ടഡ് ആയിരിക്കും എപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. അവർക്ക് ഒന്നോ അതിലധികമോ ഹാലജൻ ആറ്റംസ് ഒരു സിംഗിൾ ബോണ്ടിലായിട്ടുള്ള സാച്ചുറേറ്റഡ് കാർബണിൽ അറ്റാച്ച് ചെയ്താണ് ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. അവരെ ജനറലി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് RX എന്ന്. ആ എക്സ് എന്ന് പറയുന്ന ഒരു ഹാലജൻ ആറ്റവും R എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്സും ആവാം. ഹാലജൻസ് എന്ന് പറയുമ്പോൾ ക്ലോറിനോ, ബ്രോമിനോ, അയഡിനോ, ഫ്ലൂറിനോ എന്ത് വേണോ ആവാം. ഈ 4 കോമൺലി നമ്മുടെ ഹാലജൻ ആറ്റംസ് ആയിട്ട് ഉള്ളത്. പിന്നെ ഈ ആൽക്കൈൽ ഹാലൈഡ്സിന് ഇനി നെയിം ചെയ്യുന്നത് എങ്ങനെ? ഈ നോമൻക്ലേച്ചർ എന്ന് വെച്ചാൽ എങ്ങനെയാണ് പേര് കൊടുക്കുന്നത്. നമ്മൾ കുട്ടിക്ക് പേരിടുന്ന കണക്ക് ഈ കോമ്പൗണ്ട്സിനും പേരിടുന്നത് എങ്ങനെയാണെന്നുള്ള കുറച്ച് റൂൾസും അത് എത്ര തരത്തിലുണ്ടെന്നൊക്കെയാണ് നമ്മളിതിൽ പഠിക്കുന്നത്. 2 തരത്തിലുള്ള റൂൾസാണ് കോമൺലി ഫോളോ ചെയ്യുന്നത്. ഒന്ന് നമ്മൾ എപ്പോഴും കേട്ടുള്ള IUPAC സിസ്റ്റം വെച്ചും, 2 അതിലുള്ള കോമ്പൗണ്ടിൻ്റെ ആൽക്കൈൽസിൻ്റെ എണ്ണവും ഹാലജൻ്റെ എണ്ണവും പേരും വെച്ചായിരിക്കും നമ്മൾ പേരിടുന്നത്. അത് എങ്ങനെയാണ് റൂൾ എഴുതുന്നതെന്ന് വെച്ചാൽ, നോർമലി ഫസ്റ്റ് റൂൾ എന്നാണ് നമ്മൾ കോമൺ സിസ്റ്റമായിട്ട് 2 ആൽക്കൈൽസ് ഉണ്ടെങ്കിൽ, ആൽക്കൈലും ഹാലജൻ ആറ്റവും ഉണ്ടെങ്കിൽ അതിന് പേരിടുന്നതെന്ന് പറയുന്നത് ആദ്യം നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പും രണ്ടാമത് നമ്മുടെ ഹാലജൻ ആറ്റം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള പേരായിരിക്കും വരുന്നത്. അതിന് ഫോർ എക്സാമ്പിൾ അവിടെ കിടപ്പുണ്ട് മീഥൈൽ ക്ലോറൈഡ്. അവിടുത്തെ മീഥൈൽ ഗ്രൂപ്പാണ് എന്ത്? ആൽക്കൈൽ ഗ്രൂപ്പും. ക്ലോറൈഡ് ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അവിടുത്തെ ഹാലജൻ ആറ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഈഥൈൽ, C2H5 ആണ് ഈഥൈൽ എന്ന് പറയുന്നത്. ബ്രോമിൻ എന്ന് ബ്രോമൈഡ്. ഈ IDE എന്ന് പറയുന്ന നമ്പറിൻ്റെ എണ്ണം കുറയണമെങ്കിൽ, കാർബൺ ഈ ഹാലജൻസ് എണ്ണം കുറയുമ്പോൾ IDE കൂടുതലുണ്ടെങ്കിൽ ADE എന്ന രീതിയിലേക്ക് പേരും വരുമ്പോൾ മാറ്റം വരുന്നത്. ഇതെല്ലാം IDE തന്നെയായിരിക്കും അവസാനിക്കുന്നത് നമ്മൾ പേരിടുമ്പോൾ. IUPAC സിസ്റ്റം വെച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോങ്സ്റ്റ് കാർബൺ ചെയിനിനെ സെലക്ട് ചെയ്യുകയും അതിനോടൊപ്പമുള്ള ഹാലജൻ്റെ പൊസിഷൻ വെച്ച് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് ഒരു ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ ഉണ്ടായിരിക്കും, അതിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു ഹാലജൻ ആറ്റം ഉണ്ടായിരിക്കും. ഈ ഹാലജൻ ആറ്റവും നമ്മുടെ ഈ ആൽക്കൈൽ ആറ്റം കൂടി കമ്പൈൻ ചെയ്ത്, ഇനി വേറെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, OHO COOHO, അതായത് കാർബോക്സിലിക് ഗ്രൂപ്പോ അങ്ങനെ എന്ത് ഗ്രൂപ്പോ ആയിക്കോട്ടെ, ഹൈഡ്രോക്സി ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ, അത് അതർ സബ്സ്റ്റിറ്റ്യൂൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ടായിരിക്കും നമ്മൾ പേരിടുന്നത്. പേരിടുമ്പോൾ ഇവിടെ നോക്കേണ്ടത് എന്താണോ അവിടെ കിടക്കുന്നത്. ആൽക്കൈലിൻ്റെ പേരിപ്പം മീഥൈൽ, ഈഥൈൽ ഉള്ളത്, അതിനോടൊപ്പം നമ്മുടെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നുണ്ടല്ലോ ഹാലജൻസ്. ഇതിൽ ഏതാണോ ആൽഫബറ്റിൽ ആദ്യമായിട്ട് വരുന്നത് അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ IUPAC നെയിമിൽ പേര് കൊടുക്കുന്നത്. ഓക്കെ.